കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്നായ നല്ല പിതാവേ, നല്ല ദിവസത്തിന്റെ നല്ല സന്ധിക്കായ ദൈവമേ, ഞങ്ങൾ ഇന്നെ സ്തുതിക്കുന്നു. പ്രഭാതം മുതൽ ഈ സമയം വരെയും ഞങ്ങളെ വിശ്വസ്തയോട് ഞങ്ങൾ ആയിരുന്നിടത്തെല്ലാം കാത്തു പരിപാലിച്ച് അനുഗ്രഹിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തിനാൽ സ്തോത്രം. ഈ ബൈബിൾ ക്ലാസ്സിന്റെ ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ശുശ്രൂഷിക്കുന്ന ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെന്നാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാം തന്നെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രിയമുള്ളവരെ എല്ലാം ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ മാർമിക വിഷയങ്ങൾ എന്നുള്ള ഈ പഠന പരമ്പരയില് ഇന്ന് 5ാമത്തെ ക്ലാസ് ആണ്. എന്തുകൊണ്ടാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ള വിഷയം ഒരു മാർമിക വിഷയമായിട്ട് എടുത്ത് പഠിക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടത്? പലരും ചിന്തിച്ചേക്കാം, അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ആണല്ലോ, അപ്പോൾ അതേക്കുറിച്ച് എന്ത് പഠിക്കാനുള്ളത്? യാതൊന്നും പഠിക്കുവാനില്ലല്ലോ. പക്ഷെ പ്രിയമുള്ളവരെ, ചില ബൈബിൾ ക്ലാസ്സുകൾ എനിക്ക് കേൾക്കുവാനിടയായി. 1-2 പ്രിയപ്പെട്ട കർത്തദാസന്മാർ അവരുടെ സഭകളില് ഈ വിഷയം പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞാട് എന്ന് പറയുന്നത് യേശു ക്രിസ്തു അല്ല, അത് എതിർ ക്രിസ്തുവാണ് എന്ന് പഠിപ്പിച്ച ചില ബൈബിൾ ക്ലാസ്സുകൾ കേൾക്കുവാനിടയായി. അപ്പോൾ തീർച്ചയായിട്ടും അനേക വിശ്വാസികൾ അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ കേട്ടിട്ട് അവര് തെറ്റിപ്പോകുവാൻ ഇടയായിട്ടുണ്ട്, തെറ്റിദ്ധാരണ അവരിൽ ഉണ്ടാകുവാൻ ഇടയായിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ള ഈ വിഷയം ഒന്ന് സ്പർശിച്ച് നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് കർത്താവിൽ ആശ്രയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് കാര്യത്തിനും 2ഉം 3ഉം അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞാട് എന്നുള്ള ആ പദത്തിലും 2ഉം 3ഉം അഭിപ്രായങ്ങൾ ദൈവമക്കളുടെ ഇടയിലും ദേവദാസന്മാരുടെ ഇടയിലും ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമായത് കാരണമാണ് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുവാൻ, പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടി കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ഈ വിഷയം എടുത്തത്. അതിനാധാരമായിട്ട് നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചാട്ടെ. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലുമുള്ള ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000-1000-ഉം ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാടെ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് 5-ാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ ഉന്നതങ്ങളിലേക്ക് എടുക്കപ്പെട്ട, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന പോലെ, കഴിഞ്ഞ 4 ക്ലാസ്സിലും പറഞ്ഞതുപോലെ, യോഹന്നാൻ അപ്പോസ്തലൻ ഭൂമിയിൽ തന്നെയാണ്, ആ ദ്വീപിൽ തന്നെയാണ്, തന്റെ ശരീരം ആ ദ്വീപിൽ തന്നെ ഇരിക്കുകയാണ്. താൻ ശരീരത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട കാര്യമല്ല പറയുന്നത്. പിന്നെ എന്താണ്? താൻ ആത്മവിവശതയിലായിട്ട് തന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടികൾ തുറക്കപ്പെട്ട് ആത്മീയ ഉന്നത തലങ്ങളിലേക്ക് സഞ്ചരിച്ച് പരിശുദ്ധാത്മാവിനാൽ ബലപ്പെട്ട് നയിക്കപ്പെട്ട് ദർശനത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മറക്കരുത്. നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും എല്ലാം എന്താണ്? ദർശനങ്ങളാണ്, യഥാർത്ഥ കാര്യങ്ങളല്ല, ദർശനങ്ങളാണ്. അപ്പോസ്തലൻ കണ്ട ദർശനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇനിയും 1-ാമത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വെളിപ്പാട് പുസ്തകം പഠിക്കണമെങ്കിൽ വളരെ ആവശ്യമായ ഒരു കാര്യമാണ് പ്രവാചക ഭാഷ പഠിക്കണം. കാരണം ഇത് ദർശനത്തിന്റെയും പ്രവചനത്തിന്റെയും പുസ്തകമാണ്. അപ്പോൾ പ്രവാചക ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. 1-ാമത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു പ്രത്യേകമായ പ്രവാചക ഭാഷ. അതെന്താണ്? പ്രവാചകൻ ദർശകനാണ്, പ്രവാചകൻ ദർശനം കാണുന്നവനാണ്. ഒരു സംഭവത്തെ ഒരു പ്രവാചകൻ വിവരിക്കുമ്പോൾ താൻ കാണുന്ന ദർശനമാണ് വിവരിക്കുന്നത്. ഞാൻ 1-ാമത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, ഞാൻ 1 കിലോ മുന്തിരിങ്ങ വാങ്ങുവാൻ പോകുന്നു കടയിലേക്ക്. അത് ഞാൻ പറയുമ്പോൾ ഞാൻ കടയിൽ പോകുന്നു, 1 കിലോ മുന്തിരിങ്ങ വാങ്ങുന്നു, മടങ്ങി വരുന്നു. എന്നാൽ ഒരു പ്രവാചകൻ അത് പറയുമ്പോൾ അദ്ദേഹം കാണുന്നത്, ഞാൻ ഭവനത്തിൽ നിന്നിറങ്ങി യാത്ര ചെയ്ത് ആ സ്ഥലത്ത് ചെന്ന് ഒരു സാധനം വാങ്ങി, ഒരുപക്ഷെ അത് മുന്തിരിങ്ങയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയില്ല, വാങ്ങി മടങ്ങി വരികയും ആ വഴിയിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായോ അതെല്ലാം അദ്ദേഹം ദർശിക്കുകയും അതെല്ലാം അദ്ദേഹം എഴുതി വെക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ദർശനത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. പ്രവചന ഭാഷ, ദർശന ഭാഷ, ഇത് മനസ്സിലാക്കണം. പാഠത്തിന്റെ 2ാം ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. എന്താണ്
പ്രവാചക ഭാഷയിലെ രണ്ടാമത്തെ ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രവചന പുസ്തകങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ യെഹെസ്കേൽ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, യെഹെസ്കേൽ പുസ്തകം തുറക്കാമോ? യെഹെസ്കേൽ 29, 2 മുതൽ 5 വരെ. മനുഷ്യപുത്ര, നീ ഇസ്രായേൽ രാജാവായ ഫറവോന്റെ നേരെ മുഖം തിരിച്ച് അവനെ കുറിച്ച് എല്ലാം മിസ്രൈമിനെ കുറിച്ചും പ്രവചിച്ച് പറയേണ്ടതെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മിസ്രൈം രാജാവായ ഫറവോനെ, തന്റെ നദികളിൽ നടുവിൽ കിടന്ന്, ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമം ഞാൻ നിനക്ക് കണ്ണാടി വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ ചെകിളിയിൽ ചൂണ്ടൽ കൊളുത്തി നിന്റെ നദികളെ മത്സ്യങ്ങളെ നിന്റെ ചെതുമ്പുകളിൽ പറ്റുമാറാക്കി നിന്നെ നിന്റെ നദികളുടെ നടുവിൽ നിന്ന് വലിച്ചു കയറ്റും. നിന്റെ നദികളിലെ മത്സ്യങ്ങളുമൊക്കെയും നിന്റെ ചെതുമ്പലിൽ പറ്റിയിരിക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇതേക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു സാധാരണ വ്യക്തി, അക്രൈസ്തവനായ ഒരു വ്യക്തി, ജീവിതത്തിൽ വേദപുസ്തകം കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ യെഹെസ്കേൽ പ്രവചനം 29-ാം അധ്യായം വായിക്കാൻ കൊടുത്താൽ അദ്ദേഹം എന്ത് മനസ്സിലാക്കും? അദ്ദേഹം മനസ്സിലാക്കും, ഒരു നദിയിലുള്ള ഒരു മഹാനക്രം എന്ന് പറഞ്ഞാൽ മുതല പോലെ അല്ലെങ്കിൽ ചീങ്കണ്ണി പോലെ ഉള്ള ഒരു ജീവിയെയാണ് മഹാനക്രമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യാളി, ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രാഗൺ എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നദിയിലുള്ള അല്ലെ വെള്ളത്തിലുള്ള ഒരു വലിയ ജീവി, ആ ജീവിയുടെ കൂടെ കുറെ മത്സ്യങ്ങൾ, ഈ മത്സ്യങ്ങളെയും ഈ ജീവിയെല്ലാം ഒരാൾ വന്ന് വല വീശി പിടിച്ച് കരയ്ക്കെടുത്തിട്ടു. അതിനെ കുറെ കാട്ടുമൃഗങ്ങൾ എന്ന് വെച്ചാൽ കുറുക്കനൊക്കെ വന്ന് തിന്നു. ഇത് മാത്രമേ ഇത് വായിക്കുന്ന ആളിന് മനസ്സിലാവൂ. ശരിയല്ല ഞാൻ പറയുന്നത്? പക്ഷേ നമുക്ക് വ്യക്തമായിട്ടറിയാം, മിസ്രൈം രാജാവായ ഫറവോനെ കുറിച്ച് യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു പ്രവചന ശബ്ദമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഈജിപ്തിലെ രാജാവായ ഫറവോനെ പ്രതീകാത്മകമായി ഉപമിച്ചിരിക്കുന്നത് വെള്ളത്തിൽ ചലിക്കുന്ന ഒരു വ്യാളിയോടാണ്, അല്ലെങ്കിൽ ഒരു മുതല. നമ്മൾക്ക് കാര്യം മനസ്സിലാക്കുവാനായിട്ട് മുതല, വലിയൊരു മുതല എന്ന് തന്നെ വെച്ചോളൂ. ഈ മുതലയെ, ഫറവോനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ മുതലയുടെ സ്വഭാവവും മുതലയുടെ പ്രവൃത്തിയും പോലെ ഉള്ള സ്വഭാവവും പ്രവൃത്തിയുമുള്ള ഒരു വ്യക്തിയാണ് ഫറവോൻ എന്നാണ് പ്രവാചകൻ അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ തന്നെ ഈജിപ്തിലെ ജനങ്ങളെ കാണുന്നത് എങ്ങനെയാണ്? മത്സ്യങ്ങൾ എന്ന. ഇവിടെ കണ്ടോ, ഞാൻ നിന്റെ ചെകിളയിൽ ചൂണ്ടൽ കൊളുത്തി. ചെകിള എന്ന് മലയാളത്തിലാണ്, പക്ഷേ ഇംഗ്ലീഷിൽ അത് ജോ എന്ന് വെച്ചാൽ അതിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്റെ നദികളിലെ മത്സ്യങ്ങളെ, നിന്റെ നദികളിലെ, ഇവിടെ നിന്റെ നദി എന്ന് പറയുന്നത് ഈജിപ്റ്റാണ്, ആ നദി എന്ന് പറയുന്നത് ഈജിപ്റ്റാണ്. അപ്പോൾ യെഹെസ്കേൽ പ്രവാചകനെ ദർശനത്തിൽ കാണുകയാണ്, കണ്ടിട്ട് അദ്ദേഹം അതുപോലെ എഴുതുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകൻ ഇവിടെ വ്യക്തികളെ ജീവികളോട് ഉപമിച്ചിരിക്കുകയാണ്. ചില ജന്തുക്കളെ, ചില ജീവികളെ പ്രതീകാത്മകമായിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് പറയുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പ്രവാചക ഭാഷയാണ്. ഇറ്റ്സ് എ പ്രോഫറ്റിക് ലാംഗ്വേജ്. ഈ പ്രോഫറ്റിക് ലാംഗ്വേജ് മനസ്സിലാകാതെ, ഈ ദർശന ഭാഷ മനസ്സിലാകാതെ, ദ ലാംഗ്വേജ് ഓഫ് വിഷൻസ്, ഇത് മനസ്സിലാകാതെ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുവാനോ പഠിക്കുവാനോ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകുകയില്ല. അങ്ങനെയാണ് ധാരാളമായ വ്യാജ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനങ്ങൾ കൊണ്ട് ഇന്ന് ലോകം, കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ലോകം നിറയപ്പെട്ടിരിക്കുന്ന അനേക വെളിപ്പാട് പുസ്തക വ്യാഖ്യാനമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയ ബിസിനസ്സാണ്, വലിയൊരു കച്ചവടമാണ്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നു, ഈ വെളിപ്പാട് പുസ്തകം എന്ന വാക്ക് കേൾക്കുമ്പോഴേ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതേക്കുറിച്ച് പഠിക്കുവാനായിട്ട്, ഭയങ്കര ജിജ്ഞാസയാണ്. എന്നാൽ ഉപദേശ വിഷയങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത്രയും ജിജ്ഞാസ വരികയില്ല. അതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു ആകർഷകത്വം എന്ന് പറയുന്നത്. കാരണം അത് എഴുതപ്പെട്ടിരിക്കുന്ന ആ ഭാഷയും അതിൽ മറഞ്ഞിരിക്കുന്നതായ മർമ്മങ്ങളും നമുക്ക് എപ്പോഴും ഉത്സാഹമുളവാക്കുന്നതാണ്, കൂടുതൽ അറിയുവാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഷ അറിഞ്ഞിട്ട് വേണം വെളിപ്പാട് പുസ്തകം പഠിക്കണം. അപ്പോൾ ഞാൻ 2 ഭാഷകൾ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു. ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ദർശനത്തിന്റെ ഭാഷ എന്ന് വെച്ചാൽ പ്രവാചകൻ ദർശനം കാണുന്നത് അതുപോലെ എഴുതിയിരിക്കുക. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നാമും പ്രവാചകനോടൊത്ത് ഒരു ദർശനത്തിന്റെ അവസ്ഥയിലേക്ക് വന്ന് പ്രവാചകൻ എഴുതിയത് നമ്മൾ നമ്മുടെ ആത്മാവിൽ ദർശിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഇവിടെ ഞാൻ പറഞ്ഞു,
പ്രതീകാത്മക ഭാഷ, അല്ലെ ഫിഗുറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയും. എന്ന് വെച്ചാൽ ചില ജീവജാലങ്ങളെ മനുഷ്യന്റെ പ്രതീകമായിട്ട് ഫിഗുറേറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ഉദാഹരണത്തിന് സൂത്രശാലിയായ ഒരു വ്യക്തിയെ കർത്താവ് വിളിച്ചു കുറുക്കനെന്ന്. ഓർമ്മയില്ലേ? ഹെരോദാവിനെ കർത്താവ് വിളിച്ചു കുറുക്കൻ. എന്തുകൊണ്ടാണ് കുറുക്കൻ എന്ന് ചോദിച്ചാൽ കുറുക്കൻ എന്ന് പറയുന്നത് സൂത്രശാലിയാണ്. അപ്പോൾ ഈ ഹെരോദാവ് സൂത്രശാലിയായ കൗശലക്കാരനായ ഒരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തിയെ കർത്താവ് കുറുക്കൻ എന്ന് വിളിച്ചു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് അറിവില്ലാത്ത ഒരു വ്യക്തി എഹെസ്കേൽ പ്രവചനം 29-ാം അധ്യായം വായിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഭാഷ അറിയാതെ വെളിപ്പാട് പുസ്തകം വായിക്കുവാൻ തുടങ്ങിയാൽ ഒന്നും അറിയുകയില്ല. ഇനി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഭാഗം ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ എഹെസ്കേൽ പ്രവചനം നിങ്ങളുടെ അറിവിന് പറയുക 17, 19 ചാപ്റ്റേഴ്സ് 17 and 19 ഈ 2 അധ്യായങ്ങൾ കൂടെ നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ ഈ ഭാഷ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു മനുഷ്യനെയും ഒരു ജീവജാലത്തെയും തമ്മിൽ കമ്പയർ ചെയ്ത് ആ മനുഷ്യന്റെ പേര് പറയേണ്ടതിന് പകരം ഈ ജീവിയുടെ പേര് പറഞ്ഞിരിക്കുന്ന ഒരു രീതി, ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ്. ഇത് അറിഞ്ഞിരിക്കണം. ഇത് തന്നെ നമുക്ക് വ്യക്തമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിച്ച ഒരു കാര്യത്തിൽ അറിയുവാൻ സാധിക്കും. കർത്താവ് തന്റെ തേജസ്സിന്റെ സിംഹാസനത്തില് എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അവിടെ നടക്കുന്ന ഒരു ന്യായവിധിയില് ജാതികളെ 2ആയിട്ട് തിരിക്കുകയാണ്. 1 ചെമ്മരിയാടായിട്ടും 2 കോലാടായിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ചെമ്മരിയാടിന്റെ സ്വഭാവം, ചെമ്മരിയാടിന്റെ പ്രവൃത്തി, കോലാടിന്റെ സ്വഭാവം, കോലാടിന്റെ പ്രവൃത്തി. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? അപ്പോൾ ഇവിടെ ഓർത്തു നോക്കുക, മനുഷ്യരെ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ജാതികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ, അന്ന് ഈ ഭൂമിയിൽ ജീവനോടെയുള്ള മനുഷ്യരുടെ കാര്യമായി പറഞ്ഞിരിക്കുന്നത്. അവരെ നിർത്തി അവർ 2ആയിട്ട് വിഭജിച്ച് അവരെ ന്യായം വിധിക്കുന്ന, അതിൽ മരിച്ചവരുണ്ട്, അപ്പോൾ ഉയർത്തെഴുന്നേറ്റവരുണ്ട്, ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ. അവരെ ന്യായം വിധിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സിംബോളിക് ആയിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും നമ്മൾ ഈ ആടുകളുടെ സ്വഭാവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ജനറൽ നോളജ്, ഒരു സാമാന്യ അറിവാണ്. എന്താണ് ചെമ്മരിയാട് എന്ന് പറയുന്നത്? ഒന്നാമത് അവ കൂട്ടത്തിൽ ചലിക്കുന്ന, കൂട്ടത്തിൽ ജീവിക്കുന്ന കൂട്ടുജീവികളാണ്. അവർക്ക് എപ്പോഴും ഒരു കമ്മ്യൂണിയൻ ഉണ്ട്, അവർക്കൊരു കൂട്ടായ്മയുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ജീവികളാണ് ചെമ്മരിയാടുകൾ. 2, ചെമ്മരിയാടുകൾ സ്വതവേ ശാന്തശീലരാണ്. അവർ ബഹളം ഉണ്ടാക്കുന്നവരല്ല. അവർ അലച്ച് തുള്ളിച്ചാടി വലിയ ബഹളം ഉണ്ടാക്കുന്ന ഒരു കൂട്ടമല്ല ചെമ്മരിയാടെന്ന് പറയുന്നത്. 3, ചെമ്മരിയാട് നല്ല പുല്ലുവർഗ്ഗങ്ങൾ മാത്രമേ ഭക്ഷണമാക്കുകയുള്ളൂ, അശുദ്ധമായതൊന്നും ഭക്ഷണമാക്കുകയില്ല. 3, സ്തോത്രം, അവരുടെ സകലതും മനുഷ്യന് ഏറ്റവും ഗുണം ചെയ്യുന്ന രോമം വരെ, സാധാരണ മൃഗങ്ങളുടെ രോമവും കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചെമ്മരിയാടിന്റെ രോമം എന്ന് പറയുന്ന മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളതാ. അതിന്റെ തോല്, അതിന്റെ മേധസ്, നെയ്യ്, അതിന്റെ സകലതും, ചെമ്മരിയാടിന്റെ എല്ലാ കാര്യങ്ങളും മനുഷ്യന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്, ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം, ഈ ചെമ്മരിയാടുകൾക്കുള്ള വേറൊരു ഗുണമെന്ന് വെച്ചാൽ അനുസരണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെമ്മരിയാടുകൾ വളരെ അനുസരണമുള്ള ആടുകളാണ്. ഇടയന്റെ ചെറിയ ശബ്ദങ്ങൾ പോലും തിരിച്ചറിയുവാനും ഇടയന്റെ വിളി കേൾക്കുവാനും, പേര് ചൊല്ലി വിളിക്കുന്നത് പറയത്തില്ലേ, അത് അങ്ങനെ ധാരാളം ഗുണങ്ങൾ മാത്രമുള്ള, ദൂഷ്യങ്ങൾ ഒന്നും പറയുവാനില്ലാത്ത ഒരു ജീവജാലമാണ്, ഒരു ജന്തു വിഭാഗമാണ് ചെമ്മരിയാടുകൾ അഥവാ ഷീപ്പ് എന്ന് നാം വിളിക്കുന്നതായ ആടുകൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ഞാൻ ഈ അടുത്തിടയ്ക്ക് പഠിച്ചൊരു കാര്യമാണ്, ചെമ്മരിയാടുകൾക്ക് വേറൊരു വലിയ ഗുണമുണ്ട്. എന്തെന്നറിയാമോ? വിഷപ്പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ചെമ്മരിയാട് ചാകുകയില്ല. ചെമ്മരിയാടിന്റെ രക്തത്തിൽ തന്നെ അതിന്റെ ആന്റി വെനം പ്രൊഡ്യൂസ് ആകും. കുതിരയുടെ കാര്യം പറഞ്ഞല്ലോ, കുതിരയും പാമ്പ് കടിയേറ്റ് ചാകുകയില്ല. കുതിരയുടെ രക്തത്തില് അതിന്റെ ആന്റിബോഡി, ആന്റി വെനം അത് സ്വയം ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ നമുക്കറിയാമല്ലോ, പാമ്പ് വിഷത്തിനുള്ള മരുന്ന് ഉണ്ടാക്കുന്നത് കുതിരയുടെ രക്തത്തിൽ നിന്നാണ്. ഇത് പലർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. കുതിരയുടെ ശരീരത്തിലേക്ക് പാമ്പ് വിഷം കുത്തിവെക്കും. അപ്പോൾ കുതിരയുടെ രക്തത്തില് അതിന്റെ ആന്റി വെനം പ്രൊഡ്യൂസ് ആകും. അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്താണ് ശരിക്ക് പാമ്പ് വിഷത്തിനുള്ള മരുന്ന് ഉണ്ടാക്കുന്നത്. അതുപോലെ മൃഗങ്ങളെ പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ഷീപ്പ് അഥവാ ചെമ്മരിയാടിനും അതുപോലൊരു ഗുണമുണ്ട്.
അത് പാമ്പ് കടിയേറ്റാൽ, പ്രത്യേകിച്ച് അണലിവർഗത്തിലുള്ള പാമ്പുകളൊക്കെ ഇത് മേഞ്ഞു നടക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കും. അത് കുത്തിക്കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് വേദനയും പ്രയാസവും നീർക്കെട്ടും ഒക്കെ ആയിട്ടിരിക്കും. പക്ഷേ 3-ാം ദിവസം അത് ചാടി എഴുന്നേറ്റ് അതിന്റെ സാധാരണ ജീവിതമായിരുന്നു. അപ്പോൾ ചെമ്മരിയാടിന് ഉള്ള അങ്ങനെ ഒരു ഗുണമുണ്ട്. ഓർത്തു നോക്കിയേ, ഇതെല്ലാം ഗുണങ്ങളാണ്. ഇനി കോലാടിനെ നോക്കിയാലോ, കോലാട് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഭീഭത്സതയുടെ അടയാളമാണ്. അത് കുത്തികളയും, നമ്മളെ ഓടിച്ചിട്ട് കുത്തികളയും. അതൊരു വഴക്കിടുന്ന ഒരു രീതിയാണ് കോലാടെന്ന് പറയുന്നത്. അത് ഭയങ്കര ബലമുള്ളതാണ്. അവർ അന്യോന്യം നിൽക്കുമ്പോൾ അവർ കൂട്ടത്തിൽ നിൽക്കില്ല, അവരെ ഇടി ഉണ്ടാക്കി നിൽക്കും. എപ്പോഴും അവരുടെ ഇടയിൽ ഒരു വലിയ ബഹളവും ഒരു വല്ലാത്ത സ്വഭാവവും ഒക്കെ. അവരെന്താണ്, അവർ അക്രമകാരികളാണ്. ഈ കോലാടെന്ന് പറയുന്നത് കുറച്ച് വലിയതാണ്, മനസ്സിലായി. അപ്പോൾ ഇവിടെയാണ് കർത്താവ് ആ കാര്യം പറയുന്നത്. രാജാവ് തന്റെ മുമ്പിലുള്ളവരെ ഇടതുവശത്ത് കോലാടുകളായിട്ടും വലതുവശത്ത് ചെമ്മരിയാടുകളായിട്ട് നിർത്തും. ഇതിൽ ചെമ്മരിയാടുകളെ തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കും, കോലാടുകളെ തള്ളിക്കളയും, ശിക്ഷാവിധിക്കാട് തള്ളിക്കളയും. ഇതാണ് അവിടെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഇതൊരു പ്രോഫറ്റിക് ലാംഗ്വേജ് ആണ്, മനസ്സിലായോ? ഒരു സിംബോളിക് ലാംഗ്വേജ് ആണ്. മനുഷ്യനെ മൃഗത്തോട് ഉപമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞു വരുന്നത്? ഇനി നമ്മൾ ആ വിഷയത്തിലേക്ക് വരികയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാണ്, എന്താണ് ഈ ലാംബ് ദ സ്ലെയിൻ എന്ന് പറയുന്നത്? അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാണ്? ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയത്. ചില ദേവദാസന്മാർ പഠിപ്പിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് എവിടെയെല്ലാം വെളിപ്പാട് പുസ്തകത്തിലുണ്ടോ അതെല്ലാം എതിർക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. കാരണം യേശുക്രിസ്തു കുഞ്ഞാടല്ല, യേശുക്രിസ്തു ഇടയനാണ്. അതുകൊണ്ട് ഇടയനായ യേശുക്രിസ്തുവിനെ ഒരിക്കലും കുഞ്ഞാടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇടയനായ യേശുക്രിസ്തുവിനെ കുഞ്ഞാടായിട്ട് എന്താ പറയുന്നേ, ആന്റൈ ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു തെറ്റിദ്ധരിപ്പിക്കുവാൻ തക്കവണ്ണം എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള വളരെ വികലമായ ചില പഠിപ്പിക്കലുകളാണ് ഞാൻ കേൾക്കുവാൻ ഇടയായത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിന്റെ യഥാർത്ഥ ബൈബിൾ അധിഷ്ഠിതമായ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ ബൈബിൾ ക്ലാസ്, ഈ ഒരു വിഷയം നമ്മുടെ ക്ലാസ്സിന് വേണ്ടി എടുത്തത്. ഇനിയും വിശുദ്ധ വചനത്തില് കുഞ്ഞാട് എന്ന ഉള്ള ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 1 വയസ്സുള്ള ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടി. അത് ചെമ്മരിയാടാകാം, കോലാടാകാം, ഏതുമാകാം. പക്ഷെ 1 വയസ്സുള്ള ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയാണ് വിശുദ്ധ വചനത്തിലെ കുഞ്ഞാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എവിടെയാണ് കാണുന്നത് അറിയാം? പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ, പെസഹായുടെ കാര്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, നീ എടുക്കുന്ന ആട്ടിൻകുട്ടി ചെമ്മരിയാടോ കോലാടോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അത് 1 വയസ്സുള്ള ആട്ടിൻകുട്ടി ആയിരിക്കണം, ഊനമില്ലാത്തതായിരിക്കണം, പെസഹായ്ക്ക് വേണ്ടി അറക്കുവാനുള്ള കുഞ്ഞാട്. അവിടെയാണ് ഈ അറക്കപ്പെടുന്ന കുഞ്ഞാട് എന്ന് കാണുന്നത്. അറക്കപ്പെടുന്ന കുഞ്ഞാട്, പെസഹായ്ക്ക് അറക്കപ്പെടുന്ന കുഞ്ഞാട് എന്തിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു, എന്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു, നമുക്കൊന്ന് ആലോചിക്കാം. ഒന്നാമത് നമ്മൾ പെസഹായിൽ കാണുന്നത്, പുറപ്പാട് പുസ്തകത്തിലെ പുറപ്പാടിൽ നമ്മൾ കാണുന്നത് എന്താണ്? മരണത്തിൽ നിന്നുള്ള വിടുതല. സംഹാരദൂതൻ വരുമ്പോൾ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം കാണുമ്പോൾ ആ ഭവനത്തെ മറികടന്നു പോകും, പാസ് ഓവർ ചെയ്യും. അതാണ് പെസഹ എന്ന് പറയുന്നത്. അപ്പോൾ മരണത്തിൽ നിന്നുള്ള വിടുതലാണ് പെസഹ കുഞ്ഞാട് ഒന്നാമതായിട്ട്, ഈ അറക്കപ്പെടുന്ന പെസഹ കുഞ്ഞാട് ഒന്നാമതായിട്ട് പ്രതിനിധാനം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. രണ്ടാമത് എന്താണ്? അടിമത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെ കാണിക്കുന്നത്. കാരണം ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട രാത്രിയിലാണ് ഈജിപ്തിലെ ഫറവോന്റെയും ഈജിപ്തിലെ മനുഷ്യരുടെയും കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെടുകയും അങ്ങനെ അവർ അടിമത്വത്തിൽ നിന്ന്, ഈജിപ്തിന്റെ 430 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവർ ചെങ്കടൽ തീരത്തേക്ക് ഓടുകയും ചെയ്യുന്നു. അപ്പോൾ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തമായിട്ട് നമുക്കറിയാം, അത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നതാണ്. അടിമത്വത്തിൽ നിന്നുള്ളതായ വിടുതൽ, അടിമത്വത്തിൽ നിന്നുള്ളതായ വീണ്ടെടുപ്പ്. മൂന്നാമത് എനിക്ക് ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത, അവര് ആ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഭക്ഷിച്ചുകൊണ്ടാണ് ഓടുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടി, കയ്പ് ചീരയോടുകൂടി
ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പാകം ചെയ്ത് ഭക്ഷിച്ചുകൊണ്ടാണ് ഓടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശരീരത്തിനും അവരുടെ ആത്മാവിനും ഒരു ബലം ലഭിക്കുന്നു. അപ്പോൾ ശരീരത്തെയും ആത്മാവിനെയും ബലപ്പെടുത്തുക എന്ന ഒരു പ്രതീകം കൂടെ അറുക്കപ്പെട്ട കുഞ്ഞാടിനാണ്. അപ്പോൾ ഇപ്പൊ 3 കാര്യങ്ങളായല്ലോ. 1, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക്. 2, അടിമത്തത്തിൽ നിന്നുള്ള, നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്. ഇസ്രായേൽ മക്കൾ ഈജിപ്തിലെ അടിമകളായിരിക്കുമ്പോൾ ഈ മുഴു ലോകവും പാപത്തിന്റെ അടിമത്തത്തിലാണ്. അപ്പോൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ. 3, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ബലം. ഇത്രയുമാണ് അറുക്കപ്പെട്ട ആ പെസഹ കുഞ്ഞാട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനിയും പൗലോസ് അപ്പോസ്തലനിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടുവല്ലോ, അത് ക്രിസ്തു തന്നെ. ഈ ഒരു വാക്യം എങ്കിലും ഈ പ്രിയമുള്ളവർ വായിച്ചിരുന്നെങ്കിൽ അവർ ഈ തെറ്റായ വ്യാഖ്യാനത്തിലേക്ക് പോവുകയില്ലായിരുന്നു. കാരണം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് ആരാണ്? ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനെ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ നിവേശിതനായി വ്യക്തമായി വിളിച്ചിരിക്കുന്നു പെസഹ കുഞ്ഞാട് എന്നാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട്, പെസഹ കുഞ്ഞാടാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. വളരെ വ്യക്തമായല്ലോ. അത് ഈ ഒരു കാര്യം തന്നെ മതി. വെളിപ്പാട് പുസ്തകത്തില് എവിടെയൊക്കെ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുവാൻ ഈ ഒരു പൗലോസ് അപ്പോസ്തലന്റെ സാക്ഷ്യം മാത്രം മതി. സഹോദരൻ, നമുക്ക് മുമ്പോട്ട് പോകാം. ഇനിയും നമ്മള് യോഹന്നാൻ അപ്പോസ്തലൻ ആണല്ലോ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെയും കർത്താവ് യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് കുഞ്ഞാട് ആയിട്ടാണ്. എവിടെയാണത്? നമ്മൾ വരുമ്പോൾ 1-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം എടുത്തേ, 29-ാം വാക്യം ഒന്ന് വായിച്ചേ. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം. ഇന്ന് പ്രിയ അച്ഛനുള്ളത് കൊണ്ട് വൈശാലി സിസ്റ്ററിന് റെസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? വൈശാലി സിസ്റ്റർ മൈക്ക് ഓൺ ചെയ്തേ. തോന്നല്ലേ? ഓക്കെ 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 ഓക്കെ, സന്തോഷം സന്തോഷം. ഓക്കെ, ഞാൻ ചോദിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ഭാഗം എന്താണ്? സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അത് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന പെസഹ കുഞ്ഞാടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അത് ലേവ്യ പുസ്തകത്തിൽ കാണുന്നതായ, ലേവ്യ 14 നമുക്ക് കാണാൻ പറ്റുമോ? ലേവ്യ പുസ്തകത്തിൽ, സംഖ്യാപുസ്തകത്തിൽ ഒക്കെ കാണുന്നതായ ഇസ്രായേലിന്റെ പാപം വഹിക്കുന്ന കോലാടുണ്ട്. കോലാട്ട് കൊറ്റൻ, അസസ്സേലിന് ചീട്ട് വീഴുന്ന കോലാടിന്റെ തലയിൽ കൈവച്ച് ഇസ്രായേലിന്റെ പാപം മുഴുവൻ ആ ആടിന്റെ മേൽ ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് അയക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ലേവ്യ പുസ്തകത്തിൽ കാണാം. അപ്പോൾ പാപയാഗത്തിനു വേണ്ടി അറുക്കപ്പെടുന്ന ആടിന്റെ, ആട്ടുകൊട്ടനായിക്കോട്ടെ, ആട്ടുകുട്ടിയായിക്കോട്ടെ, കുഞ്ഞാടായിക്കോട്ടെ, അതിന്റെ തലമേൽ പുരോഹിതൻ കൈവച്ചിട്ട് ഇസ്രായേലിന്റെ പാപം അതിന്റെ തലമേൽ ചുമത്തുന്ന ഒരു രീതി യാഗങ്ങളുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിലുണ്ട്. സ്നാപക യോഹന്നാൻ കാണുന്നത് ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് ജന്മമെടുത്തിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. കാരണം യോഹന്നാൻ അപ്പോസ്തലനും പ്രവാചകനാണ്. പ്രവചന ആത്മാവിലാണ് താൻ യോർദാനിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നത്. പ്രവാചകനായി മാനസാന്തരപ്പെടുക എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഇസ്രായേൽ ദേശത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് താൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാനസാന്തരപ്പെട്ട് തന്റെ അടുത്ത് സ്നാനപ്പെടുവാനായിട്ട്, മാനസാന്തര സ്നാനം ഏൽക്കുവാനായി തന്റെ അടുത്ത് വന്നവരോട് വിളിച്ചു പറയുന്നത്, ഞാൻ ഒരുത്തനെ കാണുന്നു, നിങ്ങളുടെ ഇടയിൽ അവൻ നിൽക്കുന്നു, അവൻ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അതെന്ത് പ്രവചനമായിരുന്നു? കാൽവറി കുരിശ് എന്ന യാഗപീഠത്തിന്മേൽ അറുക്കപ്പെടേണ്ട കുഞ്ഞാട് ആണ് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതായ യേശു ക്രിസ്തു, നസ്രേത്തുകാരനായ യേശു എന്ന ഈ മശിഹ എന്നാണ് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് വളരെ വ്യക്തമാണ് യേശു ക്രിസ്തുവിനെ ഒരു കുഞ്ഞാടിനോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോ 2 കാര്യം കണ്ടല്ലോ. ഒന്ന്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് കർത്താവ് യേശു ക്രിസ്തു. ഇവിടെ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ ഇനിയും 2 സാക്ഷികളുടെ
വാമൊഴിയാൽ ഒരു കാര്യം ഉറപ്പിക്കുന്നു എന്ന് നാം വിശുദ്ധ വചനത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ തെളിവിന് ആവശ്യമില്ല. യേശു ക്രിസ്തുവിനെയാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നു, അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ ഇനി വേറെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ ഈ ബൈബിൾ ക്ലാസിന്റെ ലിങ്ക് ആ ദേവദാസന്മാർക്ക് അയച്ചു കൊടുക്കും. അവരും ഇത് കേൾക്കട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇങ്ങനെയാണ് വ്യാജ വ്യാഖ്യാനങ്ങൾ ഉടലെടുക്കുന്നത്. സ്തോത്രം. ഒരു പക്ഷേ അവര് ചിലപ്പോൾ ചിലരെന്ത് ചെയ്യും, സാധാരണ എല്ലാവരും വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ചിലരുടെ ഇടയിൽ പെട്ടെന്ന് സ്വീകാര്യത ലഭിക്കും. ദേ വിൽ ബി ആക്സെപ്റ്റഡ്. അവർക്ക് ഫേമസ് ആകുവാൻ സാധിക്കും. ഒരു പക്ഷേ അതിന്റെ ഒരാത്മാവിലായിരിക്കാം അവരെങ്ങനെ ചെയ്തു. പക്ഷെ ഇങ്ങനെ ഒരു പഠിപ്പിക്കൽ ഉണ്ട് എന്ന് പ്രിയമുള്ളവർ മനസ്സിലാക്കുക. കുഞ്ഞാട് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എതിർ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ചില ദൈവദാസന്മാർ, ചില അധ്യാപകർ ഉണ്ട് എന്ന് പ്രിയമുള്ളവർ മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തേക്കൊക്കെ വരാം. നമ്മൾ വായിച്ച ഭാഗം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറുവാക്യമായി വായിച്ചത്, അവിടെ എഴുതിയിരിക്കുന്നത്, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട് ആരെ കാണിക്കുന്നു? യോഗ്യനാണ്. ദൈവത്തിന് മാത്രമുള്ള യോഗ്യതയാണ്. ദൈവം മാത്രമാണ് ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും സ്വീകരിക്കുവാൻ യോഗ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും അറുക്കപ്പെട്ട ഈ കുഞ്ഞാട് മനുഷ്യപുത്രൻ തന്നെ ആയിരിക്കണം. കാരണം മനുഷ്യപുത്രനാണ്, ദൈവപുത്രനാണ്. ദൈവം നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ പഠിക്കുമ്പോൾ സകലത്തിലും മേലായ ഒരു നാമം നൽകുകയും സകലരെയും കാൾ ഉന്നതത്തിൽ അവനെ ഇരുത്തുകയും ചെയ്തു. മഹത്വത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഹെബ്രായ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്പോൾ ആത്മവിവശതയിലായിട്ട് തന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ട് സ്വർഗീയ ഉന്നതങ്ങളിലേക്ക്, സ്വർഗീയ തലങ്ങളിലേക്ക് താൻ എടുക്കപ്പെട്ട്, ആത്മാവിലാകട്ടെ, ശരീരത്തിലല്ല, ആത്മാവിൽ എടുക്കപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ദർശനങ്ങളാണ്. അവിടെ യേശു ക്രിസ്തുവിനെ ആണ് താൻ കാണുന്നത് എങ്കിലും താൻ പ്രതീകാത്മകമായിട്ട് ആ യേശു ക്രിസ്തുവിനെ, താൻ കാണുന്ന യേശു ക്രിസ്തുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാടിനോട് പൂർണ്ണമായിട്ട് ഉപമിച്ചുകൊണ്ടാണ് ഈ ദർശനം എഴുതുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ കാണുന്നത് ഒരു മനുഷ്യപുത്രനെ അല്ല, ഞങ്ങളുടെ കൂടെ 3.5 വർഷം ജീവിച്ച് ഞങ്ങളെ എല്ലാം പഠിപ്പിച്ച്, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച്, ഈ മുഴി ലോകത്തിന്റെ പാപപരിഹാരത്തിനായിട്ട് കാൽവരി കുരിശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് ഞങ്ങളോടൊപ്പം നടന്ന് ഒലിവ് മലയിൽ നിന്ന് പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയ ആ യേശു ക്രിസ്തുവിനെ തന്നെ ഞാൻ കാണുന്നതെങ്കിലും ഞാൻ ഇപ്പോൾ ആ യേശു ക്രിസ്തുവിനെ കാണുന്നത് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടായിട്ടാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആ കുഞ്ഞാടിൽ നമ്മൾ മുമ്പ് കേട്ടതുപോലെ എന്തെല്ലാം സ്വഭാവ ഗുണഗണങ്ങളും പ്രവൃത്തികളും ഉണ്ടായിരുന്നു, യേശു ക്രിസ്തുവിൽ ആ സകല ഗുണഗണങ്ങളും ആ പ്രവൃത്തികളും ഉണ്ട് എന്ന് അപ്പോസ്തലൻ തന്റെ പ്രവചന ഭാഷയില്, ദാർശനിക ഭാഷയില്, ചിത്രീകരണ ഭാഷയില്, ഫിഗറേറ്റീവ് ലാംഗ്വേജില് പറഞ്ഞു വെക്കുകയാണ്, എഴുതി വെക്കുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവർക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇവിടെ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് നമ്മൾ വായിക്കുമ്പോൾ നാം ആത്മാവിൽ കാണേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുയേശുവിനെയാണ്. കാരണം ക്രിസ്തുയേശു അറുക്കപ്പെട്ടത് കാൽവരി കുരിശിലാണ്. സ്തോത്രം. അപ്പോൾ ക്രൂശിതനായ തന്റെ കൈകളിലും കാലുകളിലും ആണിപ്പാടുകളുള്ള, വിലാവിൽ കുന്തം കൊണ്ട് കുത്തേറ്റ് രക്തമൊലിക്കുന്ന ആ യേശു ക്രിസ്തുവിനെയാണ് തന്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയ, തന്റെ രക്തം മറുവിലയായി കൊടുത്ത് ഈ ലോകത്തെ മുഴുവൻ തനിക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിയ ആ യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ നാം ആത്മാവിൽ ദർശിക്കേണ്ടത്. ഇനി മുൻപോട്ട് നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അവസാനം വരെയും ഈ കുഞ്ഞാട് എന്നുള്ള പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെയും യശയ്യാ പ്രവാചകൻ മിശിഹയെ കുറിച്ചുള്ള തന്റെ 53-ാം അധ്യായത്തില് 52-ന്റെ അവസാനം 53-ാം അധ്യായം നമ്മൾ കർത്തൃമേശയ്ക്കൊക്കെ വായിക്കുന്നതാണ്, പഠിക്കുന്നതാണ്.
അപ്പോൾ അവിടെയും അറുക്കപ്പെടുവാനുള്ള കുഞ്ഞാട് എന്ന് കാണിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. വെളിപ്പാട് 5-ാം അധ്യായം, നമ്മളിപ്പോൾ വായിച്ച അധ്യായം, അതിന്റെ 6-ാം വാക്യത്തിലാണ് പ്രധാനമായിട്ട് ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട് എന്ന് കാണുന്നു. സകല ഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ. ഇവിടെ പ്രിയമുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ കൊമ്പ്, കണ്ണ്, ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ അങ്ങോളം കാണുന്ന ദീപങ്ങള്, അതുപോലെ തന്നെ നിലവിളക്ക്, വാള്, ഇതൊക്കെ നമ്മൾ അങ്ങോളം ഇങ്ങോളം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതാണ്. ഇതെല്ലാം ദേവദാസൻ തന്റെ ആത്മനയനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, കൊമ്പ് എന്ന് പറയുമ്പോൾ അത് രാജത്വത്തെ കാണിക്കുന്നതാണ്. 7 എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. അപ്പോൾ രാജത്വത്തിന്റെ പൂർണ്ണത താൻ ഏറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഏറ്റിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. സകല ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണ്, ഞാൻ പറഞ്ഞല്ലോ 7 പൂർണ്ണതയാണ്. അപ്പോൾ സർവജ്ഞാനം എന്നുള്ളത് ദൈവത്തിന് മാത്രമുള്ളതാ സർവജ്ഞാനം. അപ്പോൾ അതേ സർവജ്ഞാനം കർത്താവായ യേശു ക്രിസ്തുവിലും ഉണ്ട് എന്ന്, അവൻ സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമാണ് എന്ന് വ്യക്തമായി കാണിക്കുന്ന ഒരു ദർശനമാണ് ഈ 7 കൊമ്പും 7 കണ്ണുകളുമുള്ള അറുക്കപ്പെട്ട കുഞ്ഞാട്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് മരണത്തോളം അനുസരണമുള്ളവനായിരുന്ന, പിതാവ് തന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും പൂർണ്ണമായി ചെയ്തു തീർത്ത് താൻ ഈ ലോകത്തിനു വേണ്ടി ലോകത്തിന്റെ ഏക പാപ പരിഹാര യാഗമായി അറുക്കപ്പെട്ടതിനാൽ എന്ത് ചെയ്തു? ദൈവം ആ മനുഷ്യപുത്രനെ അങ്ങോട്ട് ഉയർത്തിയിട്ട് തന്റെ മഹിമയുടെ വലതുഭാഗത്ത് ഇരുത്തി. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, നിന്റെ സകല ശത്രുക്കളെയും പാദപീഠമാക്കുവോളം നീ ഇവിടെ ഇരിക്കുക. സകല ശത്രുക്കളും നിന്റെ പാദപീഠമായി കഴിയുമ്പോൾ വാനമേഘങ്ങളില് താൻ എഴുന്നള്ളി വരും. എന്തിനാണ്? സഭയെ ചേർക്കുവാൻ. അതിനുശേഷമാണ് കുഞ്ഞാടിന്റെ കല്യാണം. നമ്മൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണമാണ്. കുഞ്ഞാടും സഭയും തമ്മിലുള്ളതായ വിവാഹം നടക്കുന്നത് സ്വർഗീയ ഉന്നതങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ കുഞ്ഞാടിന്റെ കല്യാണം എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്. ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുവാൻ സാധിക്കും. ഇനിയും വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു അകത്തും പുറത്തും എഴുത്തുള്ളതും 7 മുദ്രയുള്ളതുമായ ഒരു പുസ്തകം കുഞ്ഞാട് പോയി ദൈവത്തിന്റെ കയ്യിൽ നിന്ന്, പിതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. വാങ്ങിയിട്ട് 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് യേശു ക്രിസ്തുവാണ് ആ പുസ്തകത്തിന്റെ മുദ്രകൾ ഓരോന്നായിട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് 7, 8, 9, 10 ഇങ്ങനെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തുടർന്ന് മുന്നോട്ട് വരുമ്പോൾ 14-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തില്, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അഥവാ കർത്താവായ യേശു ക്രിസ്തുവും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും. യേശു ക്രിസ്തുവിന് നമുക്ക് അറിയാത്ത ഒരു നാമമുണ്ട്. യേശു ക്രിസ്തുവിന് വചനമെന്ന നാമമുണ്ട്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആർക്കും വായിച്ചു കൂടാത്ത ഒരു നാമവും യേശു ക്രിസ്തുണ്ട്. അത് വളരെ മർമ്മികമായ ഒരു കാര്യമാണ്. നമുക്ക് അത് അന്ന് മാത്രമേ, നാം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ട് നമ്മുടെ ആത്മ മണവാളനോടുകൂടെ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ പേര് ഒരു പക്ഷേ അറിയുവാൻ സാധിക്കൂ. അപ്പോൾ നാം അറിയാത്ത ഒരു പേരുണ്ട്. നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഈ കുഞ്ഞാട് ആയിട്ടാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് കാണുന്നത്. പിന്നെ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അവിടെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് അടുത്തതായിട്ട് കുഞ്ഞാട് എന്നുള്ളത്, അഥവാ കർത്താവായ യേശു ക്രിസ്തു നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. പിന്നെ മുന്നോട്ട് വരുമ്പോൾ മനുഷ്യനായി തന്നെ, മനുഷ്യപുത്രനായി തന്നെയാണ് കാണുന്നത്. വെള്ളക്കുതിരപ്പുറത്ത് വന്ന് യുദ്ധത്തിനായി വരികയാണ്. അതാണ് 19-ാം അധ്യായത്തിൽ. യുദ്ധത്തിനായി വന്നിട്ട് കള്ളപ്രവാചകനെയും മൃഗത്തെയും പിടിച്ചു കെട്ടി തീപ്പൊയ്കയിൽ തള്ളിയിടുകയാണ്. അതിനുശേഷം പിശാചിനെ, സാത്താൻ എന്ന ആ വ്യാളിയെ, ആ മഹാസത്വത്തെ എന്ത് ചെയ്യും? പിടിച്ചു കെട്ടി 1000 ആണ്ട് ചങ്ങലക്കിടുന്നു. ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് 1000 ആണ്ടിന് ശേഷം അവിടെ 1000 ആണ്ട് വാഴ്ചയാണ്. നമ്മളത് പഠിച്ചു, ഈ സീരീസിൽ നമ്മൾ പഠിച്ചു.
മാർമിക വിഷയങ്ങളിൽ പഠിച്ചു. പിടിച്ചു കെട്ടിയിട്ട് 1000 ആണ്ട് ശേഷം ഈ പിശാചിനെ അഴിച്ചുവിടുന്നു. അവൻ പോയിട്ട് അവന്റെ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് യുദ്ധത്തിന് വേണ്ടി വരുന്നു. അപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെല്ലാം നശിപ്പിച്ചു കളയുന്നു. ഈ പിശാചിനെയും പിടിച്ചു കെട്ടി എവിടെ ഇടുന്നു? തീ പൊയ്കയിൽ കള്ളപ്രവാചകന്റെയും മൃഗത്തിന്റെയും കൂടെ അവരുടെ ആൾക്കാരുടെയും കൂടെ തീ പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നു. തുടർന്ന് നമ്മള് 22-ാം അധ്യായത്തിൽ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പിന്നെ നമ്മൾ കാണുന്ന വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി. അവിടെ യെരൂശലേം മണവാട്ടിയെ പോലെ ഒരുങ്ങി അലങ്കരിക്കപ്പെട്ട നഗരമായിട്ട് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ഇറങ്ങി വരുന്നു. നാം എല്ലാം ഒരുമിച്ച് നമ്മുടെ നാഥന്റെ കൂടെ അതിലേക്ക് പ്രവേശിച്ച്, പിന്നെ കുഞ്ഞാടാണ് ആ മന്ദിരത്തിന്റെ വിളക്ക്, കുഞ്ഞാടാണ് സകലതും. ആ സിംഹാസനത്തിൽ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്നു. നാം രാപകൽ ഹല്ലേലൂയ പാടി, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി നാം നമ്മുടെ നാഥനായ നമ്മുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിനെ സദാകാലത്തേക്ക് ആരാധിച്ചുകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് ദുഃഖമില്ലാതെ മുറവിളിയില്ലാതെ കരച്ചിലില്ലാതെ വിശപ്പില്ലാതെ ദാഹമില്ലാതെ നാം ഒരുമിച്ച് ആ സ്വർഗീയ യെരൂശലേമില് നമ്മുടെ നാഥനോടൊപ്പം വാഴും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയോടെ നമുക്ക് ഇന്നത്തെ ബൈബിൾ ക്ലാസ് അവസാനിപ്പിക്കാൻ കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്, അതുപോലെ തന്നെ സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. പ്രിയപ്പെട്ടവർക്കൊക്കെ മൈക്ക് ഓൺ ചെയ്യാം.